ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരു തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമൊന്നും നടന്നിട്ടില്ല. നമ്മൾ സാധാരണ ഒരു മന്ത്രി പോകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ റോഡിൽ കൂടി പോകുമ്പോൾ VIP പോകുമ്പോൾ റോഡ് ഫുള്ള് ബാരിക്കേഡ് വെക്കാറുണ്ട്. എന്നാൽ വിജയുടെ റാലി നടക്കുമ്പോൾ ആ വാഹനത്തിന് മുൻപിലും പുറകിലും എല്ലാമായിട്ട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ആ വാഹനത്തിൽ മുട്ടി ഒരുമി നിൽക്കുകയാണ്. വിജയ് എന്ന് പറയുന്ന ഒരു മഹാനടനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്ന ആളുകൾ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോഴേ അറിയാം. അല്ലാതെ ഒരു വിജയിലെ നേതാവിനെ കാണാൻ വേണ്ടിയിട്ടോ വിജയ് എന്ന് പറയുന്ന നേതാവിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടോ വന്ന ആളുകളല്ല എന്ന് നമുക്കത് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതിൽ വിജയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയെ പോലെ ഒരു വ്യക്തി വരുമ്പോൾ ഇത്രയും ജനങ്ങൾ ആർത്തിരമ്പി അങ്ങോട്ടേക്ക് വരുമെന്നുള്ളത് വിജയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ സപ്പോർട്ടും കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇരിക്കവേ അതിനൊരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു റാലി വേണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ വിജയ്ക്ക് എല്ലാവിധ അർഹതയുമുണ്ട്, അല്ലെങ്കിൽ എല്ലാവിധ തീരുമാനങ്ങൾ എടുക്കാനും അയാൾക്ക് യോഗ്യനുമാണ്. പക്ഷേ വിജയ് അതിന് കൂടുതൽ ഫെയിം ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റാലി